Okay, welcome back dears. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞ so far we have discussed about in the book of head office branch, trial balance, trading account, profit and loss account head office ന് കൊടുക്കും. head office എന്ത് ചെയ്തു? incorporated the branch, trial balance ഇത് നമ്മൾ പഠിച്ചു. അങ്ങനെ ഇപ്പം നമ്മൾ സ്റ്റേജ് എന്താണോ നമ്മൾ ട്രയൽ ബാലൻസ് ഇൻകോർപ്പറേറ്റ് ചെയ്തു വെച്ചു. ഇനി നെക്സ്റ്റ് പ്രോസസ് ഇൻ ദ ബുക്ക് ഓഫ് ഹെഡ് ഓഫീസ് ഇസ് പ്രിപ്പറേഷൻ ഓഫ് കൺസോളിഡേറ്റഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. കൺസോളിഡേറ്റഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ ഇൻകോർപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ബ്രാഞ്ചിന്റെ എല്ലാ എക്സ്പെൻസ്, അസറ്റ്, ലാബിലിറ്റീസ് ഒക്കെ ഇപ്പം ആരുടെ കയ്യിൽ എത്തിയിടോ? ഹെഡ് ഓഫീസിന്റെ ട്രയൽ ബാലൻസിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? മേർജ് ചെയ്തു. നമ്മൾ ഇങ്ങോട്ടേക്ക് അതൊക്കെ കോപ്പി ചെയ്തു. ഇപ്പം ഇനി എന്ത് ചെയ്യണം എന്നറിയോ? ഹെഡ് ഓഫീസിന്റെയും ബ്രാഞ്ചിന്റെയും കൂടെ ഒരുമിച്ചുള്ള അതിനാണ് കൺസോളിഡേറ്റഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ദാറ്റ് ഈസ് കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ട്രേഡിംഗ് അക്കൗണ്ട്, P&L അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് നമ്മൾ ഇനി ഹെഡ് ഓഫീസിന്റെ ബുക്കിൽ വരയണം. ഇതാണ് നമ്മുടെ ലാസ്റ്റ് പ്രോസസ് ഇൻ ദ ബുക്ക് ഓഫ് ഹെഡ് ഓഫീസ്. ക്ലിയർ ആണല്ലോ? ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബ്രാഞ്ചിന്റെ എല്ലാ എക്സ്പെൻസ്, അസറ്റ്സ്, ലാബിലിറ്റീസ് ഒക്കെ ഹെഡ് ഓഫീസിന്റെ ട്രയൽ ബാലൻസിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തു. നൗ നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യണം? ലാസ്റ്റ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യണം. അത് ഏത് രൂപത്തിലായിരിക്കണോ? കൺസോളിഡേറ്റഡ് മീൻസ് ഹെഡ് ഓഫീസ് എത്ര ബ്രാഞ്ച് ഉണ്ട് അതൊക്കെ കൂടിയിട്ടുള്ള ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ആൻഡ് ടുഡേസ് ക്ലാസ് ഇസ് ഓൺ ദാറ്റ് ടോപ്പിക്. ഓക്കെ ഓക്കെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ബോർഡിൽ കാണാം. ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം. ഓക്കെ. A trader of Chennai had a branch in Kolkata. So Chennai is the head office and Kolkata is the branch. Okay. Now branch gets good partly from Chennai head office and partly from outsiders. Branch keeps a separate books of account. So it is an independent branch. The following balance are extracted. Kore items is given. കുറേ ഐറ്റംസ് ആർ ഗിവൺ. താഴെ ഒരു പാരഗ്രാഫിൽ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ, ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് കയ്യിൽ കിട്ടിയാൽ ആദ്യം ഇതിന്റെ താഴത്തെ പാരഗ്രാഫിൽ അഡ്ജസ്റ്റ്മെന്റ് കണ്ടിടോ, അതൊന്ന് നോക്കിയേ. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ബാലൻസസ് ഓഫ് ഹെഡ് ഓഫീസ് കറണ്ട് അക്കൗണ്ട് ആൻഡ് ബ്രാഞ്ച് അക്കൗണ്ട് ഈസ് ഡ്യൂ ടു ഗുഡ്സ് ആൻഡ് ചെക്ക് ഇൻ ട്രാൻസ്മിറ്റ് is due to the goods and check-in transmit as at the end of the preparation of the trial balance. Okay, എന്താണ് പറയുന്നത്? ഡിഫറൻസ് ബിറ്റ്വീൻ ദ ബാലൻസ് ഓഫ് ഹെഡ് ഓഫീസ് കറണ്ട് അക്കൗണ്ട് ആൻഡ് ബ്രാഞ്ച് അക്കൗണ്ട്. നിങ്ങൾ നോക്കിയാൽ ഒരു ഐറ്റം കാണാം, കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് അല്ലേ? അതായത് നമ്മളെ ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ബാലൻസും ഹെഡ് ഓഫീസിന്റെ അക്കൗണ്ടിന്റെ ബാലൻസും സെയിം ആയിരിക്കണം നമ്മൾ പറഞ്ഞില്ലേ? ഇവിടെ ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. ഒരാളുടേത് ഹെഡ് ഓഫീസിൻ്റെത് 35,000 ബ്രാഞ്ചിൻ്റെത് 27,900 ആണ്. ക്ലിയർ? ഓക്കെ. അതെന്തുകൊണ്ടാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്? ബിക്കോസ് ഓഫ് ക്യാഷ് ഇൻ ട്രാൻസിറ്റ് ആൻഡ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്. ഓക്കെ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞോട്ടെ, അതവിടെ നിന്നോട്ടെ, നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അത് മനസ്സിൽ ഓർമ്മിക്കുക. നെക്സ്റ്റ്, റെന്റ് ഓഫ് ബ്രാഞ്ച് റിമെയിൻസ് അൺപെയ്ഡ്. ബ്രാഞ്ചിന്റെ റെന്റ് അൺപെയ്ഡ് ആണ്. അപ്പൊ റെന്റിന്റെ സ്ഥലത്ത് പോയിട്ട് ടിക്ക് കൊടുക്കുക. വെറുതെ ക്വസ്റ്റ്യൻ പേപ്പറിൽ റെന്റിന് നേരെ ഒരു ടിക്ക് കൊടുക്കുക. ബിക്കോസ് റെന്റ് അൺപെയ്ഡ് ആണ്. എന്തിന്റെ റെന്റ്? ബ്രാഞ്ചിന്റെ റെന്റ്. ഓക്കെ. നൗ ഡിപ്രിസിയേഷൻ ആണ് പറയുന്നത്. പ്ലാന്റ്, ഫർണിച്ചർ, ലൂസ് ടൂൾസ് ആർ ഡിപ്രിസിയേറ്റഡ് അറ്റ് 10% പെർ ആനം. നിങ്ങൾ വേണ്ടത് ആദ്യം ക്വസ്റ്റ്യൻ കോപ്പി ചെയ്യുക, എന്നിട്ട് ഞാൻ പറഞ്ഞതുപോലെ അഡ്ജസ്റ്റ്മെന്റ് വായിക്കുക, റെന്റിന് നേരെ ക്വസ്റ്റ്യനിൽ ടിക്ക് ചെയ്യുക. നൗ ഡിപ്രിസിയേഷൻ പ്ലാന്റ്, അപ്പോൾ പ്ലാന്റിന് ഒരു ചെറിയ ടിക്ക് കൊടുക്കുക. ഫർണിച്ചറിന് ടിക്ക് കൊടുക്കുക. ലൂസ് ടൂളിന് ടിക്ക് കൊടുക്കുക. പിന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്കറിയാം എവിടെ എഴുതേണ്ടത്. അങ്ങനെ നിങ്ങൾ ടിക്ക് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം കണക്ക് ചെയ്യാൻ പോവാണേ. നോക്കിക്കോ. ക്യാപിറ്റൽ ടിക്ക് ഉണ്ടോ? ഇല്ല. ക്യാപിറ്റൽ ഇസ് എ ബാലൻസ് ഷീറ്റ് ഐറ്റം. അസറ്റ് ലാബിലിറ്റി സൈഡിൽ വരുന്ന ക്യാപിറ്റൽ. ഹെഡ് ഓഫീസിന് മാത്രമേ ഇവിടെ ക്യാപിറ്റൽ ഉള്ളൂ. So I am writing here capital. Now plant and machineryക്ക് ടിക്ക് ഉണ്ട്. ടിക്കില്ലടോ? ഉണ്ട്. പ്ലാന്റ് ആൻഡ് മെഷീനറീസ് ഹെഡ് ഓഫീസിന് മാത്രമേ ഉള്ളൂ 1,40,40,000.
ടിക്ക് ഉണ്ട്. എന്തുകൊണ്ടാണ് ടിക്ക്? അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. എന്താണ് അഡ്ജസ്റ്റ്മെന്റ്? ഡിപ്രിസിയേഷൻ. എത്ര പെർസെൻറ്റേജ് ഡിപ്രിസിയേഷൻ? 10%. 14,000. ഓക്കെ, അപ്പോൾ 1,26,000. 1,26,000. ഡിപ്രിസിയേഷൻ എവിടെയും കാണിക്കണോ? P&L അക്കൗണ്ട്. സോ ഞാനിവിടെ ഡിപ്രിസിയേഷൻ എഴുതി. ഫർണിച്ചർ 1,14,000. ഓക്കെ, ഇറ്റ്സ് ഓവർ. ഫർണിച്ചർ. നെക്സ്റ്റ് ഐറ്റം ഇസ് ഫർണിച്ചർ. ഫർണിച്ചറിന് ടിക്ക് ഉണ്ടോ? ടിക്ക് ഉണ്ട്. ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചർ ടിക്ക് ഉള്ളത് കൊണ്ട് ഞാൻ അതിൻ്റെ എമൗണ്ട് എവിടെ എഴുതണം? ഇന്നർ കോളത്തിൽ എഴുതണം. ഹെഡ് ഓഫീസിന് 25,000 ഉണ്ട് പ്ലസ് ഡിപ്രിസിയേഷൻ. പിന്നെ ആർക്കും ഉണ്ടോ? ബ്രാഞ്ചിന് അല്ലേ? ബ്രാഞ്ചിന് എത്രയുണ്ട്? 12,500. അതിനും എന്തുണ്ട്? ഡിപ്രിസിയേഷൻ. എത്രയാണോ ഡിപ്രിസിയേഷൻ? 15% ഡിപ്രിസിയേഷൻ. അപ്പം 25,000ന്റെ 15 എന്ന് പറഞ്ഞാൽ 37,50. 12,500ന്റെ 18,75. 15%. 18,75. ഡിപ്രിസിയേഷൻ എന്തിൻ്റെയോ? ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചർ. ഹെഡ് ഓഫീസിൽ 37,50. ബ്രാഞ്ച് ഇത് പറഞ്ഞില്ല അല്ലേ? ഓക്കെ, എനിവേ ഐ ഫോർഗോട്ട് ടു ടെൽ അബൌട്ട് ദ ഫോമാറ്റ്. കമ്പൈൻഡ് ട്രേഡിംഗ് അക്കൗണ്ട് പറയുമ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിന് 2 കോളം വേണം. ഒന്ന് ഹെഡ് ഓഫീസിന്റെ കോളം, ഒന്ന് ബ്രാഞ്ചിന്റെ കോളം. ഓക്കെ, ബട്ട് ബാലൻസ് ഷീറ്റ് എന്ത് മതി? സെയിം മതി. നമ്മൾ ഇങ്ങനെ കാണിക്കുക, ഇന്നർ കോളത്തിൽ എഴുതിയിട്ടാണ് കാണിക്കുക. ക്ലിയർ? സോ ദാറ്റ്സ് വൈ I recorded head office depreciation on furniture and fixture 3750 and it is 1875. Clear? Okay. അതായത് എമൗണ്ട് കോളം 2 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. എത്ര ബ്രാഞ്ച് ഉണ്ടോ അത്രയും എമൗണ്ട് കോളം 2 സൈഡിലും വേണ്ട വരും. ഓക്കെ, ഇവിടെ ഒരു ബ്രാഞ്ചേ ഉള്ളൂ. സോ ഹെഡ് ഓഫീസ് ബ്രാഞ്ച്. 2 ബ്രാഞ്ച് ഉണ്ടെങ്കിൽ ഹെഡ് ഓഫീസ് ബ്രാഞ്ച് ബ്രാഞ്ച്. ഇവിടെയും ഹെഡ് ഓഫീസ് ബ്രാഞ്ച് ബ്രാഞ്ച് വരും. ക്ലിയർ? ഓക്കെ, നൗ നെക്സ്റ്റ് ഐറ്റം. ലൂസ് ടൂൾ. ലൂസ് ടൂൾ ഇസ് എൻ അസെറ്റ്. ഓക്കെ, ഇത് ഇപ്പം തന്നെ അത് അവിടെ ചെയ്ത് വെക്കുക. ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചറിൻ്റെ ലാസ്റ്റ് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 31,875 കിട്ടും. കാൽക്കുലേറ്റർ എടുത്ത് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ഇസ് ലൂസ് ടൂൾ. ലൂസ് ടൂളിന് ടിക്ക് ഉണ്ടോ? ടിക്ക് ഉണ്ട്. ടിക്ക് ഉണ്ടെങ്കിൽ എന്ത് എഴുതണം? ഇന്നർ കോളത്തിൽ എഴുതണം. ഹെഡ് ഓഫീസ് എത്രയാ? 20,000. ടിക്ക് എന്തുകൊണ്ടാ? ഡിപ്രിസിയേഷൻ കൊണ്ട്. ബ്രാഞ്ചിനുണ്ടോ? ബ്രാഞ്ച് ഹൗ മച്ച്? 9,000. അഗെയിൻ ഡിപ്രിസിയേഷൻ. ഹൗ മച്ച് ഡിപ്രിസിയേഷൻ? 10%. ക്വസ്റ്റ്യൻ നോക്കിയേ. 10, ഇതും 10. രണ്ടും കൂടെ ചെയ്താൽ 23,200 വരും. ചെയ്ത് നോക്കിയാൽ മതി. ഇത് ലെസ് ചെയ്ത് 23. ഓക്കെ, നൗ ഇവിടെ എഴുതണം. ഡിപ്രിസിയേഷൻ, ലൂസ് ടൂൾ, ഹെഡ് ഓഫീസ് 2,000, ബ്രാഞ്ച് ഡിപ്രിസിയേഷൻ 900. ക്ലിയർ? ഇവിടെ ഫർണിച്ചർ ബ്രാഞ്ചിനില്ല, അതുകൊണ്ടാണ് ഇവിടെ കാര്യം. അങ്ങനെ നമ്മൾ അത്രയും ഐറ്റംസ് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് എഴുതി. നൗ നെക്സ്റ്റ് ഐറ്റം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ ലാബിലിറ്റിയിൽ ക്യാപിറ്റലിനും കൂടെ ആഡ് ചെയ്യുക. സോ ഞാനിവിടെ എഴുതുന്ന P&L അക്കൗണ്ട് ഓപ്പണിംഗ് ബാലൻസ്. ഞാനത് ഇന്നർ കോളത്തിൽ എഴുതുന്ന എത്രയാണ് തന്നത്? 17,500. അതെന്താന്നൊക്കെ ഞാൻ പറയാം. ഓക്കെ, ഇപ്പോൾ എഴുതേണ്ട സ്ഥലം ഇവിടെയാണ്, ഓപ്പണിംഗ് ബാലൻസ്. നൗ ഡെറ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റർ. ഡെറ്റർ ഇവിടെ വരും. ഹെഡ് ഓഫീസിനും ഉണ്ട് ബ്രാഞ്ചിനും ഉണ്ട്. ഹെഡ് ഓഫീസിൻ്റെ ഡെറ്റേഴ്സ് 1,15,000. 15,000 റൈറ്റ്? 5,000 കേട്ടോ. 5,000. അത് 12,000 വരുമല്ലോ. സോറി, 1,00,000 ഒരു 0 കുറഞ്ഞു വരും കേട്ടോ. 1,20,000 വരും. അതേപോലെ ക്രെഡിറ്ററും ഹെഡ് ഓഫീസിനും ഉണ്ട് ബ്രാഞ്ചിനും ഉണ്ട്. ഹെഡ് ഓഫീസിന് എത്രയാണ് ക്രെഡിറ്റർ? ഹെഡ് ഓഫീസിൻ്റെ ക്രെഡിറ്റർ 27,500. 12,500 ക്രെഡിറ്റ് സൈഡിലുള്ള ബാലൻസ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 40,000 അല്ല? ഓക്കെ, 40,000 കിട്ടും. ഓക്കെ, നൗ
അതും കഴിഞ്ഞു, അതിനൊന്നും ടിക്കില്ല. നൗ ക്യാഷ് ഇൻ ഹാൻഡ്. ക്യാഷ് ഇൻ ഹാൻഡ് അതിന് ടിക്ക് ഇട്ടിട്ടില്ല, അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയും കേട്ടോ. ക്യാഷ് ഇൻ അതൊരു പുതിയൊരു ഐറ്റം നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട്. ക്യാഷ് ഇൻ ഹാൻഡ്, ഹെഡ് ഓഫീസ്, ബ്രാഞ്ച്. ഹെഡ് ഓഫീസിന് എത്രയാണോ ക്യാഷ് ഇൻ ഹാൻഡ്? 2500, 1400. ടിക്കില്ല, പക്ഷെ ഞാൻ ഇന്നർ കോളത്തിൽ എഴുതിയ അതിനൊരു റീസൺ ഉണ്ട്. ഓക്കെ, നൗ ഇറ്റ് ഇസ് ബാങ്ക്. ബാങ്കും അതുപോലെ തന്നെ ഹെഡ് ഓഫീസിനുണ്ട് ബ്രാഞ്ചിനുണ്ട്. ഹെഡ് ഓഫീസിൻ്റെ ബ്രാഞ്ച്, ഹെഡ് ഓഫീസിന് എത്രയാ? 7500, ബ്രാഞ്ചിന് 3000. ഓക്കെ, അപ്പോൾ 10500 ഇപ്പോൾ എഴുതി. ക്ലിയർ? യെസ്. നൗ പർച്ചേസ് ആൻഡ് സെയിൽ. ടിക്കൊന്നുമില്ല. പർച്ചേസ് എവിടെ എഴുതണ്ടോ? ടു പർച്ചേസ്. ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ആദ്യം എഴുതുക, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പേസ് വിട്ടു കേട്ടോ. ടു പർച്ചേസ് 3,56,000. Okay, and sales, by sales, returns ഒന്നുമില്ല, അപ്പോൾ പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിലും റിട്ടേൺ എന്തിനു പേടിക്കുന്നില്ല. 4,05,000 and 1,22,500. Clear? Okay, now salaries and wages. Salaries and wages P&L അക്കൗണ്ടിൽ വരുന്ന ഐറ്റം ആണ്. ഞാൻ ഏതാണ്ട് ഇവിടെ എഴുതുന്നു. സാലറീസ് ആൻഡ് വേജസ്. ഹെഡ് ഓഫീസിനുണ്ടോ? ഹെഡ് ഓഫീസിനുണ്ട്, ബ്രാഞ്ചിനുണ്ട്. ഹെഡ് ഓഫീസിന് 15,000, ബ്രാഞ്ചിന് 8,000. ഓക്കെ, നൗ റെന്റ്. റെന്റിന് ടിക്ക് ഉണ്ട്. അപ്പോൾ ഞാൻ അഡ്ജസ്റ്റ്മെന്റ് നോക്കിയപ്പോൾ റെന്റ് ഓഫ് ബ്രാഞ്ച്, ബ്രാഞ്ച് ഓഫീസ് എന്നാണ് BR എന്നുള്ളത്, BO എന്നുള്ളത്. ബ്രാഞ്ച് റിമെയിൻസ് അൺപെയ്ഡ് ₹75. അപ്പോൾ ടു റെന്റ്. ഹെഡ് ഓഫീസിനൊന്നും പ്രശ്നമില്ല, ഹെഡ് ഓഫീസിന് 7,500. ബട്ട് ഇവിടെ 250ന്റെ കൂടെ ആരും കൂടി ഉണ്ടോ? അൺപെയ്ഡ്, അതായത് ഔട്ട്സ്റ്റാൻഡിങ് റെന്റ്. എത്രയാ? 75 എഴുതി. ആഡ് ചെയ്യാൻ വേണ്ട, ഞാൻ ജസ്റ്റ് ഇവിടെ ഇട്ടാലും ആഡ് ചെയ്താലും സെയിം ഇഫക്റ്റ് അല്ലേ. ഇനി ഔട്ട്സ്റ്റാൻഡിങ് റെന്റ് ഇസ് എ ലാബിലിറ്റി. സോ ഔട്ട്സ്റ്റാൻഡിങ് റെന്റ് എവിടെ കൊണ്ടുപോയി എഴുതണം? ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി സൈഡ്. ഇത് പ്രീപെയ്ഡ് ആണെങ്കിൽ ഇവിടുന്ന് ലെസ് ചെയ്യണം, എന്നിട്ട് അസറ്റ് സൈഡിൽ എഴുതണം. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ അതൊക്കെ പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, നൗ റെന്റിന്റെ ടിക്കൊക്കെ കഴിഞ്ഞ് ജനറൽ എക്സ്പെൻസസ് ഇവിടെ എഴുതുന്ന ടു ജനറൽ എക്സ്പെൻസ്. ഹെഡ് ഓഫീസിന് 2,500, 3,750. അടുത്ത ഐറ്റം ഗുഡ്സ് ഫ്രം ഹെഡ് ഓഫീസ് ടു ബ്രാഞ്ച്. ഓക്കെ, എന്താ അർത്ഥമോ? ഗുഡ്സ് ഫ്രം ഹെഡ് ഓഫീസ് ബ്രാഞ്ചിന് ഗുഡ്സ് അയച്ചു. എത്ര അയച്ചിട്ടുണ്ടോ? 45,000. പക്ഷേങ്കിൽ ബ്രാഞ്ചിൽ എത്രയാ അത് കാണിക്കുന്നുള്ളൂടോ? 40,000. പ്രശ്നമില്ലേ? സി ഡിഫറൻസ് ഓഫ് ₹5,000. ഹെഡ് ഓഫീസ് അയച്ചിട്ടുണ്ട്, ബ്രാഞ്ചിൽ കിട്ടിയിട്ടില്ല. ഈ സാധനത്തിന്റെ പേരെന്താണോ? ഗുഡ്സ് സെൻഡ് ചെയ്തു ഹെഡ് ഓഫീസ്, ബട്ട് ബ്രാഞ്ച് അതിന്റെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ദിവസം ബ്രാഞ്ചിന് അത് കിട്ടിയിട്ടില്ല. ഈ 500നെ നമ്മളൊരു പേര് വിളിക്കും ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്. ക്ലിയർ? ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്. ഡിഫറൻസ് ഉണ്ട് ഒരു 5,000, അതിനെ നമ്മൾ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇത് ഇവിടെ വെക്കുക. ഇതെവിടെയാണെന്നൊക്കെ ഞാൻ പറയാം. അതിനേക്കാളും മുന്നേ നമുക്കറിയാം ഗുഡ്സ് ഫ്രം ഹെഡ് ഓഫീസ് നമ്മൾ ഇവിടെ എഴുതും അല്ലേ? ടു ഗുഡ്സ് ഫ്രം ഹെഡ് ഓഫീസ്. ഓക്കെ, ഇനി ഇതിവിടെ ഉണ്ട്. ഞാൻ ഇവിടെ ഒരു സംഭവം കൂടി എഴുതാൻ പോവാണ്. ഇവിടെ ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇത് ഹെഡ് ഓഫീസിൻ്റെ വെയർ ഹൗസ് ആണ്. ഹെഡ് ഓഫീസിൻ്റെ വെയർ ഹൗസ്. ഇവിടെയുള്ള 45,000ന്റെ ഗുഡ്സ് ഹെഡ് ഓഫീസ് ബ്രാഞ്ചിന് കൊടുത്താൽ ഹെഡ് ഓഫീസിന് അത് സെയിൽ പോലെയാണോ ഉണ്ടാവുക, പർച്ചേസ് പോലെയാണോ ഉണ്ടാവുക? ഹെഡ് ഓഫീസ് സെയിൽ ചെയ്യുക ചെയ്യുന്നല്ലേ. അപ്പം ഈ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ഹെഡ് ഓഫീസിന്റെ അക്കൗണ്ടിൽ ഈ ഭാഗത്തല്ലേടോ കാണിക്കേണ്ട, സെയിലിന്റെ ഭാഗത്ത്. ഇനി ബ്രാഞ്ചിന്റെ ഭാഗത്ത് നിന്ന് തിങ്ക് ചെയ്ത് നോക്കിയേ. ബ്രാഞ്ചിന്
കിട്ടുക ചെയ്യുന്നത്, പർച്ചേസ് പോലെ. ബ്രാഞ്ച് പുറത്തുനിന്ന് ഗുഡ്സ് ഇങ്ങനെ പർച്ചേസ് ചെയ്യുന്ന പോലെ വരിക ചെയ്യുന്നത്. അതുകൊണ്ടാണ് ബ്രാഞ്ചിന്റെ അക്കൗണ്ടിൽ, ഈ ബ്രാഞ്ചിന്റെ 40,000 അല്ലേ ഉള്ള, ഈ 40,000 നമ്മൾ ഡെബിറ്റിലും എഴുതും. അതേപോലെ ഇവിടെ അങ്ങനെ തന്നെ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, ഹെഡ് ഓഫീസിന്റെ അക്കൗണ്ടിൽ 45,000 രൂപ നമ്മൾ എവിടെയും കാണിക്കൂടോ, ക്രെഡിറ്റ് സൈഡിലും കാണിക്കും. ദ റീസൺ ആണ് ഇവിടെ പറഞ്ഞത്, ഹെഡ് ഓഫീസിന് അത് സെയിൽ പോലെ, അതായത് ഗുഡ്സ് അവിടുന്ന് പോവല്ലേ, സെയിൽ ചെയ്ത് പോവാണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ബ്രാഞ്ച് ഇറ്റ് ഇസ് ലൈക്ക് എ പർച്ചേസ്, ഗുഡ്സ് ഇങ്ങോട്ട് വരുന്ന. സോ ഇത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, അവിടെ ഒരു ഇൻറ്റു മാർക്ക് ഇടുക. ഇതിനെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ക്രെഡിറ്റ് ബാലൻസിലാണ് ഹെഡ് ഓഫീസിന്റെ തന്നത്. നോക്കിയേ, 45,000 നേരെ മേലെ ക്രെഡിറ്റ് അല്ലേ ഉള്ളത്. സോ ക്രെഡിറ്റ് ചെയ്തു. ആൻഡ് ബ്രാഞ്ചിന്റെ 40,000 എവിടെയോടെ തന്നിട്ടുള്ള ഡെബിറ്റിൽ ഡെബിറ്റ് ചെയ്തു. അല്ലെങ്കിൽ യൂസ് യുവർ ബ്രെയിൻ. ഓക്കെ ഓക്കെ, അപ്പം അതും കഴിഞ്ഞ്. അപ്പം ഈ ഒരു 5,000 ഒരു പ്രശ്നമുണ്ട്, അവിടെ നിന്നോട്ടെ. ഇതിപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്തു. റെക്കോർഡ് ചെയ്യാൻ ഒരു സംശയം വേണ്ട. 45ഉം 40ഉം ഡിഫറൻസ് ഇസ് ദർ. ആ ഡിഫറൻസിന് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് എന്ന് പറയും. പറഞ്ഞോട്ടെ. അതും കഴിഞ്ഞ് താഴെ വന്നു കറണ്ട് അക്കൗണ്ട്. കറണ്ട് അക്കൗണ്ടിൽ ഡിഫറൻസ്. കറണ്ട് അക്കൗണ്ടിൽ എത്ര പൈസേൻ്റെ ഡിഫറൻസ് ഉണ്ടോ, എത്ര പൈസേൻ്റെ ഡിഫറൻസ് ഉണ്ടോ? ഓക്കെ, ഞാനിവിടെ ചെയ്യുവാണേ. ഇവിടെ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഹെഡ് ഓഫീസിൻ്റെ അക്കൗണ്ടിൻ്റെ ബാലൻസ് 35,000. ബ്രാഞ്ചിൻ്റെ അക്കൗണ്ടിൻ്റെ ബാലൻസ് 27,900. ഇത് തമ്മിൽ എത്ര പൈസേൻ്റെ വ്യത്യാസം ഉണ്ടോ? ഡിഫറൻസ് 7,100 രൂപയുടെ ഡിഫറൻസ് ഉണ്ട്. സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, ഇവിടെ താഴെ നമ്മളോട് പറയുന്നുണ്ട് ഡിഫറൻസ് ബിറ്റ്വീൻ, ക്വസ്റ്റ്യൻ നോക്കിയേ, ദ ബാലൻസ് ഓഫ് ഹെഡ് ഓഫീസിന്റെ കറണ്ട് അക്കൗണ്ട് ആൻഡ് ബ്രാഞ്ച് അക്കൗണ്ട് ഈസ് ഡ്യൂ ടു. എന്തുകൊണ്ടാ? ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ആൻഡ് ചെക്ക് ഇൻ ട്രാൻസിറ്റ് മീൻസ് ക്യാഷ് ഇൻ ട്രാൻസിറ്റ്. അപ്പം ഈ 7,100 ഡിഫറൻസ് എന്തുകൊണ്ടാണോ വന്നത്? ഗുഡ്സ് ഇൻ ട്രാൻസിറ്റും ക്യാഷ് ഇൻ ട്രാൻസിറ്റും കൊണ്ടും. ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്, ഈ 7,100 ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് എത്രയാ? 5,000 അല്ലേ? അപ്പം ക്യാഷ് ഇൻ ട്രാൻസിറ്റ് എത്രയായിരിക്കും? 2,100. ഓക്കെ, രണ്ടും കൂടി കൂട്ടിയാൽ 7,100. ഡിഫറൻസ് ഇസ് ദർ ബിറ്റ്വീൻ ദ ബാലൻസ് ഓഫ് ഹെഡ് ഓഫീസ് ആൻഡ് ബ്രാഞ്ച്. നമ്മൾ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ രണ്ടിൻ്റെയും ബാലൻസ് ഷുഡ് ബി ദ സെയിം ആയിരിക്കണം. ഇത് സെയിം അല്ല, ഡിഫറൻസ് ഉണ്ട് 7,100. ഈ ഡിഫറൻസ് ഉണ്ടാവുന്നതിൻ്റെ റീസൺ ആയിട്ടാണ് നമ്മൾ കുറേ അഡ്ജസ്റ്റ്മെൻറ്റ് പഠിച്ചത്. 5ഓ 6ഓ അഡ്ജസ്റ്റ്മെൻറ്റ് പഠിച്ചു. ആ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഏതെങ്കിലും കൊണ്ടായിരിക്കും ഇത് തമ്മിൽ ഇങ്ങനെ ഡിഫറൻസ് വന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നേരിട്ട് പറയുന്നുണ്ട് ഈ ഡിഫറൻസ് വരാൻ കാരണം ഗുഡ്സ് ഇൻ ട്രാൻസിറ്റും ക്യാഷ് ഇൻ ട്രാൻസിറ്റും ആണ്. ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് നമ്മൾ ഓൾറെഡി കണ്ടു, 5,000 രൂപേൻ്റെ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പം ബാക്കി എത്രയാണോ ക്യാഷ് ഇൻ ട്രാൻസിറ്റ്? 2,100. ക്ലിയർ? ഓക്കെ, അപ്പം നമ്മളിനി ഏതൊക്കെ റെക്കോർഡ് ചെയ്യണോ? ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ഈ 5,000 നമ്മൾ റെക്കോർഡ് ചെയ്യണം. ഈ 2,100 റെക്കോർഡ് ചെയ്യണം. ശ്രദ്ധിച്ച് കേൾക്കണേ ഇത്. വി ഓൾറെഡി റെക്കോർഡഡ് ദിസ്. ഇനി ഇത് റെക്കോർഡ് ചെയ്യണം ഇവിടെ അല്ലേ? ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്. ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് എവിടെയാണ് വരുവാന്ന് വെച്ചാൽ പറയാം. ഓക്കെ, അതിനേക്കാളും മുന്നേ ഒറ്റൊരു സാധനം കൂടി ഉണ്ടായില്ല ബാക്കി. നോക്കിയ ഓപ്പണിംഗ് സ്റ്റോക്ക്, അതും കൂടെ ഒന്ന് എഴുതിക്കോട്ടെ മക്കളെ. ടു ഓപ്പണിംഗ് സ്റ്റോക്ക് 25,000 ഹെഡ് ഓഫീസും 20,000 ബ്രാഞ്ചും. ഒരു സാധനവും കൂടി ഉണ്ട്, ലാസ്റ്റ് ക്ലോസിംഗ് സ്റ്റോക്ക് അല്ല. ക്ലോസിംഗ് സ്റ്റോക്ക് എവിടെയാണ് എഴുതുക? ഇവിടെ എഴുതും. ക്ലോസിംഗ് സ്റ്റോക്ക് ഹെഡ് ഓഫീസിൽ എത്രയാണോ? 32,500 ആൻഡ് 17,500. ഓക്കെ, അപ്പോൾ ഞാൻ എല്ലാം റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോ. ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ഇത് റെക്കോർഡഡ്, 40,000 റെക്കോർഡഡ്, ഇത് റെക്കോർഡ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇതെവിടെയാണ് വരികയെന്ന് വെച്ചാൽ നമ്മൾ ഈ ക്ലോസിംഗ് സ്റ്റോക്ക് എവിടെ കാണിക്കണോ? അസറ്റ് സൈഡ് കാണിക്കണ്ടേ? ക്ലോസിംഗ് സ്റ്റോക്ക് അസറ്റ് സൈഡ് കാണിക്കണം. അത് നിങ്ങൾക്ക് അറിഞ്ഞൂടെ അല്ലേ? അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതും. ഹെഡ് ഓഫീസിൻ്റെത് അവിടെ കാണുന്നുണ്ടോ താഴെ? ഓക്കെ, ഹെഡ് ഓഫീസിൻ്റെത്
2500, ബ്രാഞ്ച് 17,500. അതിൻ്റെ കൂടെ ആരെയും കൂടി ഇവിടെ കാണിക്കണോ? ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് 5000. എന്നിട്ട് അത് മൂന്നും കൂടെ ആഡ് ചെയ്തിട്ട് വേണം ടോട്ടൽ എത്ര സ്റ്റോക്കാന്ന് പറയാം. ടോട്ടൽ അപ്പം അതെല്ലാം കൂടെ ആഡ് ചെയ്താൽ 55,000 കിട്ടും. ആഡ് ചെയ്ത് നോക്കണേ നിങ്ങൾ, ചിലപ്പോൾ എൻ്റെ ആഡിങ്ങിലെല്ലാം മിസ്റ്റേക്ക് ഉണ്ടോ. 55,000. ക്ലിയർ? ഓക്കെ. അത് കഴിഞ്ഞു. ഇനിയോ, ഇനി ഏതൊക്കെ റെക്കോർഡ് ചെയ്യാനുണ്ട് നോക്കിയേ. ക്വസ്റ്റ്യനില്ല. ഈ സാധനം ഞാൻ എവിടെ എഴുതിയിട്ടില്ല, ഈ സാധനം ഞാൻ എവിടെ എഴുതിയിട്ടില്ല, ഈ സാധനം ഞാൻ എവിടെ എഴുതിയിട്ടില്ല. ക്യാഷ് ഇൻ ട്രാൻസിറ്റ് എവിടെയാണ് കാണിക്കാന്ന് വെച്ചാൽ ക്യാഷ് ഇൻ ഹാൻഡ് കണ്ടോ, അവിടെ നമ്മൾ എഴുതും ക്യാഷ് ഇൻ ട്രാൻസിറ്റ് 2100. ഇതൊക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പറയാ, ടോട്ടൽ നമ്മൾ ഹെഡ് ഓഫീസിന്റെ കയ്യിൽ ഇത്ര ക്യാഷ് ഉണ്ട് എന്ന് പറയാം. അതെല്ലാം കൂടി ചെയ്താൽ 6000 അല്ല, 5 5 6000 കിട്ടും. അപ്പൊ ഞാൻ ഇതും റെക്കോർഡ് ചെയ്തു, 5000 ഞാൻ റെക്കോർഡ് ചെയ്തു. നൗ ഇത് രണ്ടും മക്കളെ, ഇത് രണ്ടും ഏടിയും എന്ത് ചെയ്യില്ല, റെക്കോർഡ് ചെയ്യില്ല. ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ, കറണ്ട് അക്കൗണ്ട് ബാലൻസ് ഹെഡ് ഓഫീസിന്റെയും ബ്രാഞ്ചിന്റെയും കൺസോളിഡേറ്റഡ് അക്കൗണ്ടിൽ നമ്മൾ എവിടെയും എഴുതൂല. ക്ലിയർ ആണല്ലോ? ഓക്കെ, ക്ലിയർ ആയിട്ടുള്ള ഈ ഒരു പാർട്ട് നോക്കുക. ഇത് രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാകാൻ പാടില്ല. ബിക്കോസ് ഹെഡ് ഓഫീസിൽ നിന്ന് അയച്ച സാധനം ഇങ്ങോട്ട് എത്തുമ്പോൾ എന്ന് പറയാം, ഹെഡ് ഓഫീസിൽ 45,000 ഗുഡ്സ് അയച്ചാൽ ഇവിടെ 45 എത്തണം. എത്തിയില്ല, 5000 എത്തിയില്ല. സോ 5000 ഇസ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്. അതേപോലെ ഈ രണ്ട് അക്കൗണ്ട്, ഹെഡ് ഓഫീസിന്റെ അക്കൗണ്ടും ബ്രാഞ്ച് അക്കൗണ്ടും തമ്മിൽ ഒരേ ബാലൻസ് ആയിരിക്കണം. ഡിഫറൻസ് ഇസ് ദർ. ഡിഫറൻസ് ഉണ്ടാകേണ്ട റീസൺ ക്വസ്റ്റ്യനിൽ തന്നിരുന്ന ഗുഡ്സ് ഇൻ ട്രാൻസിറ്റും ക്യാഷ് ഇൻ ട്രാൻസിറ്റും. ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് 5000, അപ്പോൾ ബാക്കി 2100 ക്യാഷ് ഇൻ ട്രാൻസിറ്റ്. ക്യാഷ് ഇൻ ട്രാൻസിറ്റ് അവിടെ കാണിക്കണം, ക്യാഷിന്റെ ബാലൻസിൽ ആഡ് ചെയ്യണം. ഈ രണ്ട് ഐറ്റവും എവിടെയും കാണിക്കൂല. ക്ലിയർ? ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇതെല്ലാം ബാലൻസ് ചെയ്യാൻ പോകും. ഓക്കെ, എല്ലാവരും എഴുതിയിട്ടില്ലടോ. ഓക്കെ, ബാലൻസ് ചെയ്തോ. സെയിൽ 40, 45, 32, 500. എല്ലാവരും കാൽക്കുലേറ്റർ എടുത്തിട്ട് എൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കണേ. ഞാൻ ഇന്നലെ ചെയ്തതിൽ എന്തോ എഡീഷനിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. 4,82,500. ഓക്കെ, അപ്പം ഈ ഭാഗത്ത് എഴുതി 4,82,500, 25 ആൻഡ് 3 lakh. ഇത് ചെയ്താൽ ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് 1,57,500 കിട്ടും. ആ ഗ്രോസ് പ്രോഫിറ്റിനെ ഞാൻ എവിടെ എഴുതണോ, ക്യാരി ഫോർവേഡ് ടു നെക്സ്റ്റ്. ഇനി ബ്രാഞ്ചിന്റെ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്ന ഈ ഭാഗം ചെയ്ത 1,40,40,000 കിട്ടും. 1,40,40,000 ഇപ്പുറത്തെ സൈഡിലിട്ട് തമ്മിൽ ബാലൻസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടുമോ, 24,000. ആ 24,000 നമ്മൾ ഇങ്ങോട്ട് ക്യാരി ഫോർവേഡ് ചെയ്തു. ഓക്കെ, ഇനി ഇതെല്ലാം നമ്മൾ ചെയ്യണം. സാലറി, റെന്റ്, ഇത് 1 2 3 ഇതൊക്കെ ചെയ്താൽ നമുക്ക് 1,57,500, 1,57,500 ടു നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റ് 1,10,750 കിട്ടും. അതേപോലെ ഇപ്പുറത്തെ സൈഡ് ചെയ്യുക, 24,000. ഇവിടെ തെറ്റുണ്ട്. ലൂസ് ടൂളില് 20%. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഇത് 10% എന്നാണ് പറഞ്ഞത്, 20 ആണ്. 1,150 വരും അല്ലേ? ഓക്കെ, 150, 1,800 അല്ലേ ഒരു 1,800 രണ്ടും കൂടി ചെയ്താൽ 23. ഓക്കെ, അതാണ് ഇവിടെ വ്യത്യാസം വന്നത്. അപ്പോൾ ഇവിടെ എത്ര വരുമോ, 4,000. ഞാൻ 10% എടുത്തത്, ക്വസ്റ്റ്യനിൽ 20% വേണ്ടത്. ഓക്കെ,
So it is 4,000. ഓക്കെ, അപ്പോൾ ഈ ഭാഗം കൂടെ ചെയ്താൽ നമുക്ക് 42.50 കിട്ടും. ഓക്കെ, ഇനി ഈ നെറ്റ് പ്രോഫിറ്റിനെ നമ്മൾ ബാലൻസ് ഷീറ്റിലോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യണം. ഓക്കെ, ഇവിടെ എന്താണെന്ന് പറയുക, ഞാനിത് ഇവിടെ എഴുതിയതിൻ്റെ റീസൺ ആണ് പറയുന്നത്. ആഡ് നമ്മളെ കറണ്ട് ഇയറിലെ പ്രോഫിറ്റ്, ഹെഡ് ഓഫീസിൻ്റെ കറണ്ട് ഇയറിലെ പ്രോഫിറ്റ് ഓഫ് ഹെഡ് ഓഫീസ് ഇസ് 110,750. അത് ഇതിൻ്റെ രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് വേണം നമ്മളിവിടെ കാണിക്കാൻ. ഓക്കെ, പിന്നെ ആരെ എഴുതണം? നെറ്റ് പ്രോഫിറ്റ് ഓഫ് ബ്രാഞ്ച്. ഓക്കെ, ഈ ബാലൻസും ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടായിട്ടില്ല, അത് രണ്ടും ആഡ് ചെയ്തിട്ട് വേണം ഇവിടെ കാണിക്കാൻ. ബ്രാഞ്ച് ക്രെഡിറ്റർ എഴുതി, ഔട്ട്സ്റ്റാൻഡിങ് എഴുതി. ഇനി എന്ത് ചെയ്യുക? ബാലൻസ് ഷീറ്റ് ടാലി ആവുന്നുണ്ടോ നോക്കുക. ഇത് എൻ്റെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, ഒന്ന് ശരിയാക്കിയേക്കണം. ഒന്നിക്ക് ക്വസ്റ്റ്യൻ ഇപ്പം ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. 20% ഞാൻ 10% എടുത്തത്. ഓക്കെ, അപ്പോൾ അതിന് കണക്കായിട്ട് ഞാനിവിടെയും ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് ടാലി ആയിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. ഈ ഭാഗം 3,07,255 372,575 372,575. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഈ കണക്കൊന്നും കൂടെ കാണാം. വേറൊരു കണക്കും കൂടി തരണം എന്ന് വിചാരിച്ചാൽ തരുന്നില്ല. നിങ്ങൾ അധികം കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. ഈ ഒരു കണക്ക് ചെയ്യുക. നാളെ ഞാൻ ഒരു പ്രോബ്ലവും കൂടി ചെയ്യും, പിന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ക്ലാസ് വർക്കായിട്ട് ചെയ്യാം. ഓക്കെ, എനിക്ക് തോന്നുന്നു ഏകദേശം നമ്മളൊരു വ്യാഴാഴ്ചയൊക്കെ ആകുമ്പോഴേക്ക് ഈ ഒരു സാധനം കഴിഞ്ഞിട്ട് നമുക്കിനി കൺസൈൻമെൻറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം.